ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കാരുണ്യത്തിന്റെ മണമുള്ള ബിരിയാണിയുമായി ബിരിയാണി ചാലഞ്ച് തിരൂരിൽ. കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചിറകേകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ബിരിയാണി ചാലഞ്ചിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കഴിഞ്ഞ 7 വർഷങ്ങളായി സന്നദ്ധ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച തിരൂരിൽ ബിരിയാണി ചാലഞ്ച് നടക്കുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഫിസിയോതെറാപ്പി അടക്കമുള്ള വൈദ്യസഹായവും ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവയും സൗജന്യമായി നൽകി പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി സ്നേഹതീരം വളണ്ടിയർ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് ഒരു വേറിട്ട പാതയിലൂടെ ധനസമാഹരണം നടത്തുന്നത്. കിൻഷിപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനം ഏകദേശം 7 വർഷത്തോളമായിട്ട് എന്നെപ്പോലെ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് തെറാപ്പീസും കാര്യങ്ങളും 7ഓളം തെറാപ്പികൾ, അതുപോലെ ഉച്ചഭക്ഷണം, വാഹന സൗകര്യം ഇവയെല്ലാം തികച്ചും സൗജന്യമായി നൽകി വരുന്നുണ്ട്. ഒരുപാട് പേരെ 100ഓളം ആളുകളെ നമ്മൾ റീഹാബിലിറ്റേഷനിലൂടെ പുറത്തു കൊണ്ടുവരാൻ കിൻഷിപ്പിന് സാധിച്ചിട്ടുണ്ട്. കിൻഷിപ്പിന് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിരിയാണി ചലഞ്ച് എന്നുള്ളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളതും. നാളെ നമ്മൾ 30,000ഓളം ആളുകൾക്ക് ബിരിയാണി പാചകം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തിരൂർക്കാരെല്ലാവരും നമ്മൾ ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 50ഓളം NGOസും നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പ്രാർത്ഥന വേണം. 30,000 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കി 100 രൂപ വീതം ഈടാക്കി വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കുന്നതാണ് ചലഞ്ച്. ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ നഗരത്തിലെ വിവിധ സന്നദ്ധ സംഘടനകൾ സംഭാവനയായി നൽകിയിട്ടുണ്ട്. വിശാലമായ പന്തലിൽ 200 ചെമ്പുകളിലായി 200 പാചക തൊഴിലാളികളാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. 50ഓളം NGOകളുടെ നേതൃത്വത്തിൽ 1000 വളണ്ടിയർമാരാണ് ബിരിയാണിയുടെ പാക്കിങ്ങും വിതരണവും നടത്തുന്നത്. താനൂർ, തിരൂർ എന്നീ നഗരസഭകളിലും സമീപത്തെ 13 പഞ്ചായത്തുകളിലും ബിരിയാണി എത്തിക്കുന്നുണ്ട്. സുമനസ്സുകളുടെ സഹായത്തോടെ സ്നേഹസമ്പന്നമായ ബിരിയാണി വിളമ്പുക എന്നതും അതുവഴി ലഭിക്കുന്ന തുക കൊണ്ട് കിൻഷിപ്പിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചിറകേകുക എന്നതുമാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മൾ 30,000 പേർക്കായിരുന്നു പ്രതീക്ഷിച്ചത്. ഇപ്പോൾ 35,000 കടന്ന് 40,000ത്തിലേക്ക് എത്തുകയാണ്. തിരൂർക്കാരെ ഒന്നിച്ചുള്ളൊരു സഹകരണം, അല്ലെങ്കിൽ മലപ്പുറം ജില്ലേൻ്റെ സഹകരണം വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് കോൺഫെഡറേഷൻ ഓഫ് കേരള കാറ്ററിംഗ് അസോസിയേഷൻ്റെ അവരെ കൂടെ നിൽക്കൽ വല്ലാത്ത ഈ ഒരു ബിരിയാണി ചലഞ്ചിനെ വേറെ തലത്തിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. 200ഓളം ചെമ്പ് ഇന്ന് അടുപ്പ് കത്തിച്ച് 200ഓളം പണ്ടാരിമാർ അതിൻ്റെ കൂടെ ഉണ്ട്. 1000ഓളം വളണ്ടിയേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 50 NGOs നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. തിരൂരിലെ ഏപ്രിൽ 10-ന്, അതായത് നാളെ ഉച്ചയ്ക്ക് തിരൂരും മലപ്പുറം ജില്ലയിൽ നമ്മളെ ബിരിയാണിയാണ് നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം. അത് നന്മയുടെ ഒരു പാകം ചെയ്യലാണ്. വയറ് നിറയ്ക്കുന്നതിനൊപ്പം മനസ്സ് നിറയും. നാളെ കിൻഷിപ്പിൻ്റെ ഉയർച്ചയിൽ ഞങ്ങൾ കൂടെ നിന്ന് എല്ലാവർക്കും 35,000 40,000 ആളുകൾക്കുള്ള ഒരു വലിയ ഒരു പാചക ശൃംഖല ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരുപാട് പാടുപെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് പ്രവർത്തിച്ചിട്ടുള്ള കിൻഷിപ്പ് അതിൻ്റെ ഭാരവാഹികളും, അതോടൊപ്പം കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കേറ്റേഴ്സാണ്, മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഇതിൻ്റെ മുഴുവൻ പാചക അണിയറ പ്രവർത്തനങ്ങളൊക്കെ. സുധീഷ് നായത്ത്, നാസർ കുറ്റൂർ, ഡോക്ടർ സമീർ, CP ഷബീർ അലി, PK ഉബൈദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.